മുളക് പൊടി, മല്ലിപ്പൊടി. ഇന്ന് തൈര് കൊണ്ട് തയ്യാറാക്കുന്ന അധികം കഷ്ണങ്ങളൊന്നും ചേർക്കാത്ത ഒരു കറിയാണ് തയ്യാറാക്കുന്നത്. ഇത് ചോറിനോടൊപ്പം, ഇഡ്ഡലിയോടൊപ്പം, ദോശയോടൊപ്പം കഴിക്കാവുന്നതാണ്. തൈരിൽ മസാല ചേർത്ത് കലക്കി വയ്ക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് തൈര് കലക്കി വയ്ക്കണം. ഇനി കറിക്കുള്ള മസാല തയ്യാറാക്കാം. കടുക്, കുറച്ച് ഉലുവയും ചേർത്ത് പൊട്ടിയതിന് ശേഷം സവാള വഴറ്റും. സവാളയിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് വഴറ്റാം. സവാള നല്ല ബ്രൗൺ നിറമാകണം. സവാള നോക്കിയിട്ടത് നമുക്കിതിൽ തൈര് ചേർക്കാം. തൈര് ചേർക്കുമ്പോൾ തീ നന്നായി കുറച്ച് വെക്കണം. ഇത് പൊട്ടിത്തെറിക്കും. കറി ഒന്ന് തിളച്ച് കുറുകി വരേണ്ടതുണ്ട്. നമ്മൾ അടച്ച് വെച്ച് വേവിക്കാം. കറി തിളച്ചിട്ടുണ്ട്. ഇനി എണ്ണ തെളിയുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അല്പം കായപ്പൊടിയും കുരുമുളക് പൊടിയും ചേർക്കാം. സാധാരണ കറിയിൽ നമ്മൾ തൈര് ചേർത്ത് ചൂടാക്കാറില്ല. ഇത് ചൂടായി തിളച്ച് വരണം. അതാണ് കറിയുടെ ടേസ്റ്റ്. കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം.